നമസ്കാരം. നമ്മുടെ തുറമുഖത്ത് അടുത്ത ദിവസം എത്തുന്ന ഒരു കപ്പലിന്റെ പേരാണ് രേവണ്ണ. ഒരു ഇന്ത്യൻ പേരാണ് എന്നാണ് സെയിലിംഗ് കമന്ററി കരുതിയിരുന്നത്. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. യുദ്ധാനന്തര ഭാരതത്തിൽ നമ്മുടെ പോർട്ടിന്റെ പ്രാധാന്യം എത്രത്തോളം വർദ്ധിച്ചു എന്നുള്ളത് പലർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സെയിലിംഗ് കമന്ററിക്ക് ഒരു ചെറിയ രേഖ കിട്ടിയപ്പോഴാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഭാവി ഭാരതത്തിന് എത്രത്തോളം പ്രാധാന്യം ഇത്തരം യുദ്ധ സന്ദർഭത്തിൽ പോലും നമുക്ക് നൽകാൻ കഴിയും എന്നുള്ളതിന്റെ രേഖയാണ്. കണ്ട്ല ആൻഡ് മുണ്ട്ര പോർട്സ് ഒബ്സർവ്ഡ് a complete blackout affecting shore facilities and vessels. പൂർണ്ണമായും സ്തംഭിച്ചു. കാരണം എന്താണ്? വളരെ അടുത്താണ്, യുദ്ധമേഖലയിലാണ് ആ പോർട്ടുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പോർട്ടാണ് മുണ്ട്രയും കട്രയും എന്ന് പറയുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട പോർട്ടാണ്. ബൾക്ക് ഗുഡ്സിനും കണ്ടെയ്നർ ഗുഡ്സിനും ഒക്കെയായി. കോൺസിക്വന്റ്ലി ഓൾ കാർഗോ ഓപ്പറേഷൻസ് were suspended on the night of the 8th and only resumed during daylight hours from 7 hours on 9th. 8ാം തീയതി രാത്രി പൂർണ്ണമായും പോർട്ടിലെയും കപ്പലുകളിലെയും എല്ലാം വിളക്കുകൾ കെടുത്തണം എന്നുള്ളതായിരുന്നു അവർക്ക് നൽകിയിരുന്ന നിർദ്ദേശം. പിന്നീട് പുലർച്ചെ രാവിലെ 7 മണി തൊട്ടാണ്, അടുത്ത ദിവസം 7 മണി തൊട്ടാണ് പ്രവർത്തനം തുടങ്ങിയത്. All berthing and pilotage movements at these ports were also suspended during the night, causing delays in vessel berthing schedules. ആ സമയത്ത് സെയിലിംഗ് കമന്ററി ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ വരേണ്ട കപ്പലുകൾ അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട കപ്പലുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നോക്കൂ. നമ്മുടെ ഇവിടെ വരാറുള്ള ഇടയ്ക്ക് വന്നു പോയിട്ടുള്ള ടാമ്പിക്കോ എന്ന് പറയുന്ന കപ്പൽ അങ്ങോട്ട് പോവുകയാണ്, മുണ്ട്രയിലോട്ട് പോവുകയാണ്. അപ്പോൾ മിക്കവാറും മുംബൈക്കിപ്പുറം വെച്ച് തന്നെ സെയിലിംഗ് തുടരണ്ട എന്ന് തീരുമാനിച്ചു കാണും. അങ്ങനെ പലതരത്തിലും നമ്മുടെ പടിഞ്ഞാറൻ തീരത്തുള്ള പോർട്ടുകളെ ഈ പറയുന്ന ഒരാഴ്ചത്തേക്കെങ്കിലും ബാധിച്ചതായിരുന്നു ഈ അതിർത്തിയിലെ സംഘർഷം. അപ്പോഴും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ വേറൊരു പോർട്ടിൽ നിന്ന് വരേണ്ട കപ്പലുകൾ വന്നില്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കും, ഇവിടെ നിന്ന് പോകേണ്ട കപ്പലുകൾ അങ്ങോട്ട് എത്തിയില്ലെങ്കിലും നമ്മളെ ബാധിക്കും എന്ന് പറഞ്ഞ് പൂർണ്ണമായും നമ്മൾ മോചിതരല്ല. ഇത്തരം സംഘർഷ സമയങ്ങളിൽ നമ്മളെ ബാധിക്കും. പക്ഷേ രാജ്യത്തിന്റെ ചരക്ക് വ്യാപാരത്തിൽ ഇപ്പോൾ ഇന്റേണൽ ഡൊമസ്റ്റിക് ആയിട്ട് നമുക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്താൽ ട്രക്കുകൾ വഴി കാർഗോ കടത്തിക്കൊണ്ടു പോകാനും അവശ്യ സാധനങ്ങൾ ഇന്ത്യ മുഴുവൻ എത്തിക്കാനും നമുക്ക് കഴിയുന്ന തരത്തിൽ നമ്മുടെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാജ്യം നമ്മുടെ തുറമുഖത്തെ ഇന്നലെ കണ്ടതുപോലെയല്ല ഇനി കാണേണ്ടത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ ഒരുപാട് ഉച്ചാരണ പിശക് വരാൻ സാധ്യതയുണ്ട്. പ്രേക്ഷകർ പൊറുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, ഞങ്ങളൊരു കാർഗോ ഇറ്റലിയിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് 70 ദിവസം എടുക്കുന്നുണ്ടല്ലോ TRVയിലെത്താൻ. എന്താണ് നിങ്ങൾ വലിയ പോർട്ടൊക്കെ പെടുന്നതെന്ന് പറഞ്ഞിട്ട് ഇത്രയും താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? കുറച്ചു നേരത്തേക്ക് എനിക്ക് വലിയ ക്ഷീണമായിപ്പോയി. 70 ദിവസം. അപ്പൊ ഞാൻ നമ്മുടെ ഇവിടുന്ന് യൂറോപ്പിലോട്ട് പോയ ഒരു കപ്പൽ MSC റയ, ഒരു ജെയ്ഡ് സർവീസ് വെസൽ ഞാൻ നോക്കുമ്പോൾ 14 ദിവസമേ ഉള്ളൂ. 10:05 ഇവിടുന്ന് അൺബർത്ത് ചെയ്തു. 10:05 അൺബർത്ത് ചെയ്തു. അവരുടെ ഡെസ്റ്റിനേഷൻ പോയാൽ അവർ 24:05. അപ്പോൾ 14 ദിവസം മതിയല്ലോ. ഇവിടുന്ന് സ്പെയിനിലെ വലൻസിയയിലാണ് പോകുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള ഇറ്റലിയിൽ നിന്നാണ് ഈ നേരത്തെ പറഞ്ഞ കപ്പൽ എനിക്ക് തന്ന കപ്പലിന്റെ പേര് MSC ഹാർമണി എന്നാണ്. MSC ഹാർമണി 23/4/25 കാർഗോ കയറ്റിയത്. അപ്പൊ 23/4/25 അത് തുടങ്ങി. പിന്നെ നമ്മുടെ ഇവിടെ വരുന്നത് 1/7/25 ജൂലൈ മാസം 1-ാം തീയതിയാണ് TRVയിൽ എത്തുന്നതെന്നാണ് ഷെഡ്യൂൾ. അപ്പൊ 70 ദിവസമുണ്ട്.
അങ്ങനെ ഞാൻ കുറെ എനിക്ക് കപ്പൽ ട്രാക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്, പുതിയ പോർട്ടുകൾ. അങ്ങനെയാണ് ഇവിടെ വരാനിരിക്കുന്ന റേവണ്ണ, ഞാൻ റേവണ്ണ എന്നാണ് ഉദ്ദേശിച്ചത് പേര്. നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ആന്ധ്രാപ്രദേശ്, പഴയ ആന്ധ്രാപ്രദേശിലെ ഒരു നേതാവാണ്. നമ്മുടെ ഇവിടെ കേരളത്തിലെ ഇടയ്ക്ക് ഗവർണറായിരുന്നു രേവണ്ണ എന്നൊരു തോന്നലുണ്ട്. ആ കപ്പലിന്റെ പേര് കാണുമ്പോൾ എനിക്ക് എപ്പോഴും രേവണ്ണ എന്നാണ് തോന്നുന്നത്. പക്ഷേ ഞാനത് പ്രൊണൗൺസിയേഷൻ ചെക്ക് ചെയ്തപ്പോൾ റെവന്ന എന്നാണ്, റെവന്ന. അപ്പോൾ റെവന്ന പോർട്ടിൽ നിന്നാണ് ഈ ഗുഡ്സ്, ഈ കാർഗോ കയറിയിരിക്കുന്നത് 23/4/25. അപ്പൊ എങ്ങനെയാണ് ഈ യാത്ര എന്നൊക്കെയുള്ള അന്വേഷണത്തിൽ വളരെയധികം കുറെ അധികം പോർട്ടുകൾ. അപ്പൊ റെവന്ന എവിടെ നിന്ന് പുറപ്പെട്ടു എന്നൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ ഈജിപ്തിലെ അലക്സാൻഡ്രിയ എന്ന് പുറപ്പെടുന്നു. പിന്നെ അത് കഴിഞ്ഞ് സ്ലൊവേനിയയിലെ കോപ്പർ എന്ന് പറയുന്ന പോർട്ടിൽ പോകുന്നു. പിന്നെ ഗ്രീസിലെ തെസലോനിക്കി എന്ന് പറയുന്ന പോർട്ടിലോട്ട് പോകുന്നു. അത് ഈജിപ്തിലെ എൽ ദഖേല, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ പ്രൊണൗൺസിയേഷൻ, ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. ഈജിപ്തിലെ എൽ ദഖേല പോകുന്നു. ഇറ്റലിയിലെ വെനീസിൽ വരുന്നു. വീണ്ടും ഇറ്റലിയിലെ റെവന്നയിൽ വരുന്നു 23/4. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെക്ക് ചെയ്തപ്പോ 2824 TEU കപ്പാസിറ്റിയുള്ള കപ്പലാണ് MSC ഹാർമണി. അപ്പൊ എനിക്ക് തോന്നി MSC ഹാർമണി നമ്മുടെ ഇവിടെ വരില്ല, നമ്മുടെ TRVയിൽ വരാൻ സാധ്യത കുറവാണ്. കാരണം ഒരു യൂറോപ്പിൽ നിന്നൊരു ഫീഡർ വെസൽ ഓടി വരാനുള്ള സാധ്യത കുറവായതുകൊണ്ട് ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഇതൊരു ഫീഡർ വെസലാണ്, ഇത് യൂറോപ്പിലെ സെക്ടറിൽ മാത്രം ഓടുന്ന ഒരു കപ്പലായിരിക്കാം, നിങ്ങളുടെ കാർഗോ എവിടെയെങ്കിലും വെച്ച് ട്രാൻസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ എനിക്ക് ആ മൊത്തം കാർഗോയുടെ റൂട്ട് എനിക്ക് അയച്ചു തന്നു. ഏകദേശം 20 ദിവസം യൂറോപ്പിലെ പല പോർട്ടുകളിലും കറങ്ങി 20 ദിവസം കഴിഞ്ഞിട്ട് ഇറ്റലിയിലെ തന്നെ ജോയ്യ തവറോ എന്ന പോർട്ടിൽ വെച്ച് ട്രാൻസ്ഷിപ്പ് ചെയ്യപ്പെട്ടു 5/5. ഇക്കഴിഞ്ഞ 5-ാം തീയതി മുഴുവൻ ട്രാൻസ്ഷിപ്മെന്റ് അവിടെയാണ് നടന്നത്. എങ്ങനെയാണ് ഇത്രയും ദിവസം വൈകുന്നതെന്നുള്ളത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് യൂറോപ്പിൽ നിന്നൊരു കാർഗോ അയക്കുമ്പോൾ ഇത്രയും വൈകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബിസിനസിനെ വളരെയധികം ബാധിക്കും. പക്ഷെ അതല്ല എന്നുള്ളത് 14 ദിവസം മതിയെന്നുള്ള രേഖ നമ്മുടെ ഇരിപ്പുണ്ടെങ്കിലും ഈ സുഹൃത്ത് പറഞ്ഞ അനുസരിച്ച് ഞാൻ പിന്നെയും അന്വേഷിച്ചു. അപ്പോഴത്തേക്കും പിന്നീട് എത്ര വരുന്നു? 50 ദിവസം വരുന്നു. 50 ദിവസം എങ്ങനെ വൈകുന്നു? അപ്പോ ജോയ്യ തവറോയിൽ നിന്ന് വീണ്ടും ഇറ്റലിയിലെ ലാ സ്പെസിയ എന്ന് പറയുന്ന പോർട്ടിലോട്ടാണ് പോയിരിക്കുന്നത്. 16/5 പോയിരിക്കുകയല്ല, അങ്ങോട്ടാണ് ഇപ്പോൾ യാത്ര. 16/5/25 ഇറ്റലിയിലെ ലാ സ്പെഷ്യ എന്ന് പറയുന്ന പോർട്ടിലോട്ട് പോകുന്നു. അപ്പോ നമ്മുടെ പ്രോബ്ലം അല്ല ഇത്. അപ്പൊ ഏതെങ്കിലും പോർട്ടിൽ നിന്ന് കാർഗോ കയറ്റിയാൽ നേരെ അവിടെ നിന്ന് ഒരു കപ്പൽ കമ്പനിക്കും അങ്ങനെ പറ്റില്ല. അവർക്ക് ഫുള്ളി ലോഡ് ആയാൽ മാത്രമല്ലേ അവർക്ക് യാത്ര തുടരാൻ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പല പോർട്ടുകളിൽ നിന്ന് ഈ ട്രാൻസ്ഷിപ്പ് ചെയ്യപ്പെട്ട പല പോർട്ടുകളിലും കയറിയാണ് രണ്ടാമത്തെ കപ്പൽ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് ശരിയാണ്, MSC ഹാർമണി ഒരു ഫീഡർ വെസലാണ്, യൂറോപ്പ് സെക്ടറിൽ ഓടുന്നതാണ്. അപ്പോ ജോയ്യ തവറോയിൽ വെച്ച് ചരക്ക് മാറി കയറിയത്, ട്രാൻസ്ഷിപ്പ് ചെയ്യപ്പെട്ടത് MSC ഫ്രയ എന്ന് പറയുന്ന കപ്പലാണ്. MSC ഫ്രയ ഏകദേശം 15,000-ത്തിലധികം TEU കപ്പാസിറ്റിയുള്ള കപ്പലാണ്. അപ്പോൾ ഫ്രയ നമ്മുടെ TRVയിൽ വരും. ഇപ്പോൾ ഫ്രയയാണ് നമ്മൾ പിന്തുടർന്നപ്പോ ജോയ്യ തവറോയിൽ നിന്ന് ലാ സ്പെഷ്യ, ഇറ്റലിയിലെ ലാ സ്പെഷ്യയിലാണ് 16/5. എന്നാലും ഈ 50 ദിവസം എങ്ങനെ വൈകുന്നു എന്നുള്ളത് നമുക്ക് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കാൻ ട്രാക്ക് ചെയ്യാം. നമ്മുടെ ഇവിടെ എത്തുന്നത് വരെ മിക്കവാറും ആഫ്രിക്കയിലെ ഏതെങ്കിലും ഡ്രാഗൺ സർവീസിലെ കപ്പലാണ്. ആഫ്രിക്കയിലെ ഏതെങ്കിലും ഒരു പോർട്ടിൽ കയറി പിന്നീട് നേരിട്ട് വരും. എന്നാലും ഈ 50 ദിവസം എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് കൂടുതൽ പഠിക്കേണ്ട വിഷയമാണ്. 4-ാം മാസത്തിൽ 8 ദിവസം, 5-ാം മാസത്തിൽ 31 ദിവസം, 6-ാം മാസത്തിൽ 30 ദിവസം, 7-ാം മാസത്തിൽ 1 ദിവസം. ജൂലൈ 1-ാം തീയതിയാണ് നമ്മുടെ ഇവിടെ എത്തുന്നത്. കാർഗോ പോകേണ്ടത് ഇവിടെ വന്നിട്ട് അടുത്തൊരു ട്രാൻസ്ഷിപ്മെന്റ് ഉണ്ട്, ഇവിടെ നിന്ന് ചിറ്റഗോങ്ങിലോട്ടാണ് പോകേണ്ടത്. അപ്പൊ നമ്മുടെ ഇവിടെ വെച്ച് വീണ്ടും വേറൊരു ഫീഡർ വെസലിലോട്ട് കയറിയാണ് ആ ചരക്ക് വീണ്ടും ചിറ്റഗോങ്ങിലോട്ട് പോകുന്നത്. എന്തായാലും ഇത്തരം കപ്പൽ യാത്ര കുറച്ച് ദിവസമായിട്ട് മുടങ്ങിയിരുന്നു. പ്രേക്ഷകരും ചിലർ ചോദിച്ചിട്ടുണ്ട് കപ്പൽ കഥകളൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന്. അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടെ വരാൻ പോകുന്ന MSC ഫ്രയ, ഇത്രയും നേരത്തെ നമുക്ക് ഒരു കപ്പലിന്റെ വിവരം സാധാരണ ലഭിക്കാറില്ല. നമുക്ക് MSC തന്നെ അവരുടെ സൈറ്റിൽ കൊടുക്കുമ്പോഴാണ് ഇന്ന കപ്പൽ ഇന്നിടത്തുനിന്ന് വരുന്നു എന്നുള്ളത്. മിക്കവാറും ഒരു 10 ദിവസം 15 ദിവസം ഒക്കെയുള്ള നേരത്തെ നമുക്ക് അറിവ് കിട്ടുള്ളൂ. ഇപ്പൊ 2 മാസം അല്ലെങ്കിൽ 50 ദിവസത്തെ അറിവ് ഇങ്ങനെ കസ്റ്റമേഴ്സ് അവരുടെ
കണ്ടെയ്നർ നമ്പർ തന്നാലാണ് നമുക്കിതെല്ലാം പരിശോധിച്ച് മനസ്സിലാക്കി എവിടെ നിന്നൊക്കെ എങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് തിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അവരുടെ കാർഗോ ഇതുപോലെ ട്രാക്ക് ചെയ്യണമെങ്കിൽ സെയിലിംഗ് കമന്ററി അറിയിച്ചാൽ മതി. രസകരമായ ഈ കപ്പൽ ട്രാക്കിംഗ് പ്രേക്ഷകർക്കും അനുഭവിക്കാൻ കഴിയും. നമ്മുടെ പോർട്ടിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം എതിർത്തിരുന്ന ഒരു ക്യാപ്റ്റനുണ്ട് നമുക്ക്, തിരുവനന്തപുരത്തെ ഒരു ക്യാപ്റ്റൻ. ഇതുപോലെ ഒട്ടും അനുകൂലമല്ലാത്തൊരു സ്ഥലം, ഒട്ടും അനുകൂലമല്ലാത്ത ഒരു കടൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരവധി തവണ നിരുത്സാഹപ്പെടുത്തിയ പ്രശസ്തനായ ആ ക്യാപ്റ്റൻ ഇപ്പോൾ ഇതൊന്ന് കാണണം, കേൾക്കണം. കേരളത്തിലെ എനിക്ക് തോന്നുന്നു നമ്മുടെ തുറമുഖത്ത് ആദ്യമായിട്ട് വന്ന ഒരു ക്യാപ്റ്റൻ ആവാം. വലുതും ചെറുതുമായ കപ്പലുകളിൽ ആദ്യമാണെന്ന് തോന്നുന്നു. എന്തായാലും മിഷേൽ കപ്പലേനി ആഫ്രിക്ക എക്സ്പ്രസ് സർവീസിലെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നാണ് മിഷേൽ കപ്പലേനി. ഏകദേശം 399.99 മീറ്റർ നീളം, 61 മീറ്റർ വീതി, 24,232 കപ്പാസിറ്റി. സിംഗപ്പൂരിൽ നിന്ന് വന്ന നമ്മുടെ ബർത്തിൽ ഇപ്പോൾ ഉണ്ട് കപ്പലിലെ ക്യാപ്റ്റൻ ശ്രീ മിൽട്ടൺ ജേക്കബ് നമ്മളോട് സംസാരിക്കുന്നു. അദ്ദേഹം നമ്മുടെ തുറമുഖത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ പ്രത്യേകം നമുക്ക് ആസ്വദിക്കാം, ഓർത്തിരിക്കാം, ലോകം മുഴുവൻ പ്രചരിപ്പിക്കാം. ഹലോ, ഐ ആം ക്യാപ്റ്റൻ മിൽട്ടൺ ജേക്കബ് ഓൺ ബോർഡ് MSC മിഷേൽ കപ്പലേനി. ഞാനിവിടെ വിഴിഞ്ഞം പോർട്ടിലാണ്, അദാനി കണ്ടെയ്നർ ടെർമിനലിൽ. ഐ എം വെരി ഹാപ്പി. ഞാൻ വളരെ സന്തോഷമുണ്ട്. വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ അടുത്ത് ഇനാഗ്രേറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് ഈ പോർട്ടിൽ വരാനും, ഈ പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ one of the safe and easy approach from pilot station to the berth. വളരെ സേഫ് ആയിട്ടുള്ള അപ്രോച്ചാണ്. ട്രെയിനിങ് സർക്കിൾ ഈസ് വെരി സേഫ്. പിന്നെ പൈലറ്റ്സ്, ലൈൻസ്മാൻ, ടഗ് ബോട്ട്സ്, സ്റ്റുവിഡോസ്, പോർട്ട് ഓഫീഷ്യൽസ് all are very, very supportive and cooperative. ഞാൻ ലോകത്ത് കുറേ പോർട്ടുകളിൽ പോയിട്ടുണ്ട്. ഇത്ര ഈസി അപ്രോച്ചുള്ള പോർട്ടുകൾ വളരെ കുറവാണ്. അതിലൊന്നാണ് ഈ വിഴിഞ്ഞം പോർട്ട്. ഐ തിങ്ക് ഇതൊരു തുടക്കമാണ്. ഐ ക്യാൻ സി എ ബ്രൈറ്റ് ഫ്യൂച്ചർ വിഴിഞ്ഞം അദാനി കണ്ടെയ്നർ ടെർമിനൽ. I will show you a bridge around. Just have a look. Signing off, Elias John.